കോഴിക്കോട് ജില്ലാ സമ്മേളനം നടക്കുകയാണ്. ജില്ലാ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് മാപ്രകൾ കൊടുത്തുകൊണ്ടിരുന്നത്. ആദ്യം 2-3 പേര് പറയുന്നു, ഒരു സ്ത്രീയാണ് വരാൻ പോകുന്നതെന്ന് പറയുന്നു. ആ രീതിയിൽ അവർക്ക് CPM-നെതിരെ എന്തൊക്കെ പറയണോ അത് മുഴുവൻ പറഞ്ഞുകൊണ്ടാണ് അവർ വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നത്. അവസാനം ജില്ലാ സെക്രട്ടറിയുടെ പേര് പാർട്ടി പുറത്തുവിടുന്നു. സഖാവ് മെഹബൂബിനെയാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. ഈ വാർത്തയെ റിപ്പോർട്ടർ ചാനലിലെ സ്മൃതി വരുത്തിക്കാടും കോഴിക്കോട് റിപ്പോർട്ടറും ഇത് റിയാസിനെ എങ്ങനെ ഇകഴ്ത്തി കാണിക്കാം, ഈ വാർത്തയിലും റിയാസിനെ എങ്ങനെ ഇകഴ്ത്തി കാണിക്കാം എന്ന രീതിയിലാണ് ഈ വാർത്ത പുറത്തുവിടുന്നത്. ആദ്യം ഈ വാർത്ത നമ്മൾക്ക് കേൾക്കാം. എന്നിട്ട് ഈ പേരല്ലെങ്കിൽ മറ്റേത് പേരാണെങ്കിലും എന്താണ് ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ടത് എന്ന് അവർ നിശ്ചയിക്കുന്നത് എന്ന് നമുക്ക് ഈ വാർത്തയിൽ കേൾക്കാം. എന്നിട്ട് നമുക്ക് ഈ റിപ്പോർട്ടറെ നേരിട്ട് വിളിക്കാം. സെക്രട്ടറിയായി എം മെഹബൂബിനെ തെരഞ്ഞെടുത്തു. ഇതോടെ ജില്ലാ കമ്മിറ്റിയിൽ റിയാസ് പക്ഷം പിടിമുറുക്കിയിരിക്കുന്നു. റിയാസ് പക്ഷത്തിന് അവിടെ മേൽക്കൈ ലഭിച്ചിരിക്കുന്നു. മെഹബൂബ് അദ്ദേഹത്തിന്റെ പക്ഷത്തിൽ നിന്നുള്ള നേതാവാണെന്ന് വേണം മനസ്സിലാക്കാൻ. വിവരങ്ങളുമായി AK അഭിലാഷ്. ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. എം മെഹബൂബ് തന്നെയായിരിക്കും ജില്ലാ സെക്രട്ടറി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയിച്ചത്. ഇതിന് ജില്ലാ സെക്രട്ടേറിയറ്റും അതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റിയും അംഗീകാരം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ ആദ്യന്തം മുഖ്യമന്ത്രി പങ്കെടുത്തു എന്ന പ്രത്യേകതയുണ്ട്. റിയാസ് പക്ഷത്തിന് അവിടെ മേൽക്കൈ ലഭിച്ചിരിക്കുന്നു. മെഹബൂബ് അദ്ദേഹത്തിന്റെ പക്ഷത്തിൽ നിന്നുള്ള നേതാവാണെന്ന് വേണം മനസ്സിലാക്കാൻ. കേട്ടല്ലോ, കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ സമ്മേളനം ഒരു പുതിയ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങനെ തെരഞ്ഞെടുക്കുമ്പോഴും ഇത് റിയാസിന്റെ തലയിൽ കെട്ടിവെച്ച് റിയാസിനെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി സ്മൃതി പരുത്തിക്കാടും റിപ്പോർട്ടർ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് നമ്മൾ കേട്ടല്ലോ. ഇനി ശ്രീ മെഹബൂബ് അല്ല മറ്റേതെങ്കിലും പേരാണെങ്കിൽ റിയാസ് പക്ഷ നേതാവാണ് ഈ പുതിയ ജില്ലാ സെക്രട്ടറി എന്നും റിയാസ് പക്ഷം അവിടെ പിടിമുറുക്കിയെന്നും അവർ പറയും. ഈ 2 വാചകങ്ങൾ, റിയാസ് പക്ഷത്തിന്റെ നേതാവാണ്, റിയാസ് പക്ഷം പിടിമുറുക്കിയെന്ന്, ആ പറയുന്നതിൽ മാറ്റമുണ്ടാവില്ല. ഏത് പേരാണെങ്കിലും സ്റ്റുഡിയോയിലിരുന്ന് സ്മൃതി പരുത്തിക്കാടാണ് ഈ റിയാസിനെതിരെയിൽ ഈ വാർത്ത ജനങ്ങളെ റിയാസിനെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി അടിച്ചുവിടുന്നത്. നമുക്ക് ഈ റിപ്പോർട്ടറെ ഒന്ന് വിളിക്കാം. റിപ്പോർട്ടർ എന്താണ് ഈ കാര്യത്തിൽ പറയുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. ഹലോ, അഭിലാഷ് സാറല്ലേ? ഞാനേ വിളിച്ച രാവിലെ സാറിന്റെ കുറച്ച് മുമ്പേ ഉള്ള റിപ്പോർട്ട് കണ്ടിരുന്നേ, മറ്റേ ഈ CPM-ന്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട്. പറയോ. അപ്പൊ അതിനകത്ത് സഖാവ് മെഹബൂബിനെയാണ് ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് എന്നുള്ള വാർത്തയാണ് വന്നത്. അപ്പൊ അതിനകത്ത് അങ്ങ് സംസാരിക്കുമ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് പറയുന്നത് അത് റിയാസിന്റെ നോമിനിയാണ്, റിയാസ് പിടിമുറുക്കി എന്നുള്ളത്. അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് മനസ്സിലാകുന്നത്? എങ്ങനെ റിയാസിന്റെ നോമിനിയാണ് മെഹബൂബ് എന്ന് എങ്ങനെയാണ് മനസ്സിലായത്? അല്ല, അത് അങ്ങനെയല്ല. റിയാസിന്റെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നോ മെഹബൂബിന്? അല്ല, റിയാസിന്റെ പിന്തുണ എന്ന് പറഞ്ഞാൽ റിയാസ് വേറെ ആരെങ്കിലും പിന്തുണയ്ക്കാതിരുന്നോ? അല്ല, അദ്ദേഹത്തിന്റെ പിന്തുണ ഇദ്ദേഹത്തിനായിരുന്നു, മെഹബൂബിനായിരുന്നു. അല്ല, അപ്പൊ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പൊ അയാളെ പിന്തുണച്ചില്ല എന്നല്ല, ഇപ്പൊ 2 വ്യക്തികൾ ഉണ്ടായിരുന്നു. ആ വ്യക്തികളിൽ ഒരാളെയാണ് പിന്തുണച്ചതെന്നല്ലേ റിയാസിന്റെ പിന്തുണ എന്നുകൊണ്ട് അങ്ങ് അർത്ഥമാക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണല്ലോ. അപ്പം ഒരാളെ റിയാസ് പിന്തുണച്ചില്ല. അതെ, ഒരാള് അദ്ദേഹം ഇതാണ് CPM-ൽ അങ്ങനെയാണല്ലോ, ആ രീതിയിലാണല്ലോ തെരഞ്ഞെടുക്കുക. അപ്പോ ആരാണ് നല്ലത് എന്നുള്ള നിലയ്ക്ക് വരുമ്പോ അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. റിയാസ് വിഭാഗം പിടിമുറുക്കി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അതെ, റിയാസ് വിഭാഗം, അത് നിങ്ങൾ അവിടെ നിന്ന് ചോദിക്കൂ. അതപ്പൊ നിങ്ങൾക്ക് ആ അഭിപ്രായം ഇല്ല? എങ്ങനെ റിയാസ് വിഭാഗം പിടിമുറുക്കി എന്നുള്ള അഭിപ്രായം ഇല്ല? അതായത് അവിടെ റിയാസിന്റേതായിട്ടുള്ള സ്വാഭാവികമായ അങ്ങനെയല്ല. റിയാസിന്റെ പിന്തുണ മെഹബൂബനായിരുന്നു. അത് മാത്രമല്ല, യൂത്തിന്റെ നിയന്ത്രണം റിയാസിന്റെ കയ്യിലാണ് ഉള്ളത് എന്നുള്ളതാണ് ഒരു കാര്യം. എങ്ങനെയാ അതാ മനസ്സിലായി? അതെങ്ങനെയാണ്? ഇപ്പൊ റിയാസിന്റെ പിന്തുണ ഇതാണെന്ന് റിയാസ് നിങ്ങളോട് പറഞ്ഞോ? അങ്ങനെയാണോ ഒരു മാധ്യമ പ്രവർത്തനം? അങ്ങനെയാണോ വന്നിട്ട് അതാണ് പറയുന്നത്? അല്ല, അപ്പൊ മാധ്യമ പ്രവർത്തനം എന്ന നിലയിൽ അങ്ങ് നിരീക്ഷിച്ചെടുത്ത കാര്യം ഞങ്ങളുടെ നിരീക്ഷണം ഞങ്ങളെ കണ്ടെത്തലാണല്ലോ. അതെ, നിരീക്ഷണത്തില് മെഹബൂബിനെയാണ് ഇങ്ങനെ റിയാസ് പിന്തുണയ്ക്കുന്നതെന്ന് നിങ്ങൾ നിരീക്ഷിച്ചെടുത്തു. അങ്ങനെയുള്ള സാഹചര്യങ്ങള് റിയാസ് സൃഷ്ടിച്ചു അല്ലേ? ഇല്ല, അങ്ങനെയൊന്നും ഞങ്ങൾ പറയുന്നില്ലല്ലോ. ഞങ്ങളുടെ നിരീക്ഷണത്തിലും ഞങ്ങളുടെ കണ്ടെത്തലിലും അങ്ങനെയാണ്. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ടിംഗ്. ഒരു കാര്യം സാർ, അപ്പൊ ഇവിടെ ഒരു ജില്ലാ സെക്രട്ടറിയുടെ ഒരു തെരഞ്ഞെടുപ്പല്ല, അതിന്റെ ഒരു സാഹചര്യം വരുന്നു പുതിയ ജില്ലാ സെക്രട്ടറിയുടെ. ആ ജില്ലാ സെക്രട്ടറിയുടെ കാര്യത്തിൽ പലരും പല അഭിപ്രായങ്ങൾ പറയും. ആ അഭിപ്രായത്തിന്റെ കൂട്ടത്തിലെ ഒരു അഭിപ്രായമാണ് റിയാസിന്റേതെന്ന് നിങ്ങൾ നിരീക്ഷിക്കുന്നു.
തീർച്ചയായിട്ടും അങ്ങനെയാണ്. എന്തായാലും ശരി. കുഴപ്പം അപ്പൊ അത് സ്വാഭാവികമായ അവരുടെ പാർട്ടിയിലെ ഒരു പ്രക്രിയയാണ്. തീർച്ചയായിട്ടും അതിലുള്ള സംശയം. അതെങ്ങനെയാണ് റിയാസ് വിഭാഗം പിടിമുറുക്കി എന്ന് പറയുക? റിയാസ് വിഭാഗം പിടിമുറുക്കി എന്ന് പറയുന്നത് ഈ ഒരു അർത്ഥത്തിലാണ്. കാരണം റിയാസിനൊപ്പമുള്ള റിയാസിന്റെ നേതൃത്വത്തിലുള്ള കുറച്ച് ആളുകളുണ്ട്. കുറച്ച് ആളുകൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഒരു ഇല്ല, അങ്ങനെയൊന്നും ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. അല്ല, പിന്നെ എങ്ങനെയാണ്? അപ്പൊ നിങ്ങൾക്ക് അത് അറിയാമെങ്കിൽ നിങ്ങളൊരു മാധ്യമ പ്രവർത്തനം എന്ന നിലയിൽ നിങ്ങളുടെ നിരീക്ഷണം ജനങ്ങളോട് പറയുമ്പോൾ അത് ജനങ്ങൾക്ക് ചോദിക്കാനുള്ള പിന്നെ റൈറ്റ് ഉണ്ടല്ലോ. റിയാസ് പക്ഷം പിടിമുറുക്കി എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നിങ്ങൾ പറയുന്നു അവരവിടെ പിന്നെ ശ്രീമതി സ്മൃതി പരുത്തിക്കാട് പറഞ്ഞു റിയാസ് വിഭാഗം പിടിമുറുക്കിയെന്ന്. അങ്ങനെ പിടിമുറുക്കിയതായിട്ട് നിങ്ങളുടെ നിരീക്ഷണത്തിൽ വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് ആ അഭിപ്രായം ഉണ്ടോ? റിയാസ് പക്ഷത്തോടൊപ്പം നിൽക്കുന്ന ആളുകളുടെ ഒരു പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു. റിയാസ് വിഭാഗത്തിന്റെ പിന്തുണ അല്ലെ? റിയാസ് വിഭാഗം എന്നല്ല, റിയാസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ പിന്തുണ. എല്ലാവരുമായിട്ടും ബന്ധമുണ്ടാവില്ലേ? ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. റിയാസ്, നിങ്ങൾ പറഞ്ഞത് കറക്റ്റ്. എന്താണ് കറക്റ്റ്? അവിടെ ഒരു സ്വാഭാവികമായ ഒരു പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നു. റിയാസിനോ അല്ലെങ്കിൽ റിയാസ് അല്ലാതെ മറ്റുള്ള ആൾക്കാർക്കോ ഒക്കെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പണർന്നിട്ടുണ്ടാകും. ഇതൊന്നും നമ്മൾ അകത്ത് പോകുന്നില്ല. നിങ്ങൾ അകത്ത് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ പോയിട്ടില്ല. അപ്പൊ അവിടുന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ആ വിചാരത്തിന്റെ ഭാഗമായി നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നത് 1:15 അല്ലേ? ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നത് 1:15 10:00 കൂടി തന്നെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി എം മെഹബൂബ്. അല്ല, നിങ്ങൾ പല പേരുകൾ പറഞ്ഞു. ദിനേശോ, പിന്നെ ഇത് പറഞ്ഞു, പിന്നെ ഒരു ലേഡി ആയിരിക്കുന്നു നിങ്ങൾ ഇട്ടു. അല്ലല്ല, അത് നേരത്തെ കാലം. അല്ല, ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ തന്നെ പ്രഖ്യാപനം എന്ന് ആ രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞു. കാരണം ആ രീതിയിൽ തെരഞ്ഞെടുത്തു എന്നല്ല പറഞ്ഞു. മറ്റൊരു സാധ്യത എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞത്. ശരി. അപ്പൊ സാധ്യത നിങ്ങൾ 10:00 തന്നെ അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഞങ്ങളല്ല, ഞങ്ങൾ എന്ന് പറഞ്ഞല്ല, ഏതാണ്ട് എല്ലാ മീഡിയയും ഒരേ സമയത്ത് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. അത് ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ സാറേ. അതായത് നമ്മൾ ആരും അകത്ത് പോയിട്ടില്ല. നിങ്ങൾ പറയുന്നു റിയാസ് വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗം. അത് ഞാനും പറഞ്ഞു വരുന്നതാണ്. കാരണം 10:11 മണിന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. ശരി, റിപ്പോർട്ട് കിട്ടിക്കോട്ടെ. റിപ്പോർട്ട് ആർക്ക് കിട്ടി നിങ്ങൾ പറയും അത് നിങ്ങൾക്ക്. അതെങ്ങനെയാണ് വരുന്നത്? അത് ഞങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന റിപ്പോർട്ട് അല്ലല്ലോ. അത് തന്നെ, നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുത്തില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇത് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് അകത്ത് ഞങ്ങളുടേതായിട്ടുള്ള സോഴ്സ് ഉണ്ട്. ആ സോഴ്സ് വഴിയാണ് ഞങ്ങൾ ഇതൊക്കെ കണ്ടെടുക്കുന്നത് എന്നാണ് നിങ്ങൾ പറയാറുള്ളത്. സോ എപ്പോഴും അത് തന്നെയാണ് പറയാറുള്ളത്. ഓക്കെ, അതിന്റെ പേരിൽ നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: റിയാസ് പക്ഷക്കാരനായ മെഹബൂബാണ് റിയാസ് പക്ഷം പിടിമുറുക്കി. ഞാനേതായാലും ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അല്ല, അങ്ങനെ ഒരു അഭിപ്രായം അങ്ങേക്കുണ്ടോ? എങ്ങനെയാ? റിയാസ് പക്ഷം പിടിമുറുക്കി എന്നുള്ള അങ്ങയുടെ നിരീക്ഷണത്തിൽ നിന്നൊരു അഭിപ്രായം അങ്ങേക്കുണ്ട്. അങ്ങ് പറഞ്ഞിട്ടില്ലെന്ന് അങ്ങ് പറയുന്നു. അത് ഒരു പൊതു അഭിപ്രായം തന്നെയാണ്. കാരണം നിരീക്ഷിച്ചതിലൂടെ കിട്ടിയ അഭിപ്രായം തന്നെയാണ് അത്. അതായത് അപ്പൊ നിങ്ങൾക്കും ആ അഭിപ്രായം ഉണ്ട്? അതിന്റെ ഭാഗമല്ലേ? അത് ശരി. അപ്പൊ നിങ്ങൾ അകത്ത് പോകാത്ത നിങ്ങൾ ഞാൻ അത് ഇല്ല, ഞാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഭാഗത്തുനിന്ന് വരുന്ന അപ്പോ ആ സമയത്ത് വരുന്ന പ്രതികരണങ്ങളാണല്ലോ അത്. ശരി. അപ്പൊ ആ പ്രതികരണത്തിന്റെ ഭാഗമായി നിന്നാണ് സ്റ്റുഡിയോയിൽ നിന്നും ഈ റിപ്പോർട്ട് ഈ പറയുന്ന പിടിമുറുക്കി എന്നുള്ള സാധനം വരുന്നത് അല്ലേ? നിങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ടല്ലേ ഇപ്പൊ ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നവരും? അങ്ങനെ നമ്മള് കാരണം ലൈവ് സാധനമല്ല, ഒരു പക്ഷേ നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ട് മാത്രമായിരിക്കില്ല, അവരുടെ നിരീക്ഷണത്തിലുള്ള കാര്യങ്ങളും അതിൽ വരും. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു നിരീക്ഷണത്തിന്റെ ഭാഗമായാണ് CPM പാർട്ടിയിലെ? അല്ല, ഞാൻ ഒരു ലോക്കൽ നിൽക്കുന്ന ഒരു റിപ്പോർട്ടറാണ്. പക്ഷെ അതിൽ കൂടുതൽ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും എഡിറ്റോറിയൽ ടീം ആ കാര്യങ്ങൾ കാണുന്നത്. ശരിയാ. കാരണം അക്കാര്യത്തിൽ ഒരു സോഴ്സ് എന്താ പറഞ്ഞാൽ ഒന്ന് മാത്രമാണ് ഞാൻ. അപ്പോ അവർക്ക് ഈ വാർത്തയുടെ നിജസ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള സോഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ശരിയാണ്. അതല്ല, ഇതെല്ലാം പറയുകയും അല്ല അവിടെ പോകാതിരിക്കുകയും നിങ്ങൾ പറയുന്നു റിയാസ് പക്ഷം പിടിമുറുക്കി എന്ന് പറയും. അല്ല, നിങ്ങളെന്തിനാ ഈ കാര്യത്തിൽ ശോഭിക്കുന്നത്? ഞാൻ എവിടെയാ ശോഭിച്ചത്? ഞാൻ ശോഭിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ? അല്ല ഞാൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇത്രേ ഉള്ളൂ. എന്റെ കൺസേൺ എന്താണെന്നറിയോ? ഈ പാർട്ടിയുടെ അകത്ത് അവരുടേതായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ ഒരു പുതിയ സെക്രട്ടറി വരുന്നു, അതിന്റെ ഭാഗമായിട്ട് വരുന്നു.
ആ ഭാഗമായിട്ട് വരുന്ന ഒരു അഭിപ്രായം അവിടെ ആർക്ക് വേണമെങ്കിൽ അഭിപ്രായം പറയാം. അഭിപ്രായം സ്വാതന്ത്ര്യം ഉള്ളതാണല്ലോ. നമുക്കൊരു അവരുടെ കമ്മിറ്റിയിൽ ഇരിക്കുമ്പോൾ അവർക്ക് ആർക്ക് വേണമെങ്കിൽ അഭിപ്രായം പറയാം. ഈ അഭിപ്രായം പറയുന്നതിന്റെ ഭാഗമായി അവരൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകും. ഓൾറെഡി ഉണ്ടാവണമല്ലോ, അതുണ്ടാകുമായിരിക്കും. അപ്പൊ ആ അഭിപ്രായത്തെ ഒരു വിഭാഗത്തിന്റേതാണെന്ന് മാത്രം പറയുകയും ആ വിഭാഗം പിടിമുറുക്കി എന്ന് പറയുന്നതും ഏത് നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മാത്രം എന്റെ ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എവിടെയുള്ള ആളാണ്? ഞാൻ തിരുവനന്തപുരത്തുള്ള ആളാണ്. തിരുവനന്തപുരത്തുള്ള ആളാണ്. പേരെന്താണ്? ദീപു. ദീപു സിപിഎമ്മിന്റെ പ്രവർത്തകനാണോ? അല്ല, ഞാൻ അനുഭാവിയാണ്. ഓക്കെ. എന്ത് തന്നെയാലും കോഴിക്കോട്ടെ സിപിഎം കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് അറിയുന്ന ഒരാളാണോ? എനിക്കറിയില്ല, അതുകൊണ്ടാണല്ലോ നിങ്ങളെ വിളിച്ചത്. അല്ല, സിപിഎമ്മിന്റെ അകത്ത് യാതൊരു ഭിന്നതയില്ലാത്ത അഭിപ്രായം. ഭിന്നത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാവില്ലേ? നിങ്ങളുടെ ഈ റിപ്പോർട്ടർ ചാനലിൽ രണ്ടഭിപ്രായം ഉള്ളതല്ലേ നിങ്ങൾ 9 മണിക്ക് അടികൂടുന്നത്? ഉണ്ടല്ലോ, തീർച്ചയായിട്ടും. അതെല്ലാവരും ഉണ്ടാവില്ലേ? ഉണ്ടാവും. ആ അഭിപ്രായത്തെ ചില വിഭാഗങ്ങളാക്കി മാറ്റാൻ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ റിപ്പോർട്ടർ ചാനലിലെ അരുൺ വിഭാഗം, പ്രദീപ് പരുത്തിക്കാട് വിഭാഗം നിങ്ങൾ സമ്മതിക്കൂ? ഞാൻ പറഞ്ഞ അതെങ്ങനെ അരുൺ വിഭാഗം? അരുൺ ഏതെങ്കിലും ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ തന്നെ അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പക്ഷേ സിപിഎം പറയുന്ന കാര്യത്തിനോടൊപ്പം നിൽക്കുന്നുണ്ടാവും. അതേ സമയത്ത് തന്നെ അടുത്ത വിഷയം വരുമ്പോ അതിനെതിരായിട്ട് നിൽക്കേണ്ടി വരും. അല്ല, അപ്പോഴും ഒരു വിഭാഗം ഉണ്ടല്ലോ. അല്ല ഞാൻ പറയാ, അതൊരു സ്ഥിരതയാർന്നൊരു വിഭാഗത്തിന്റെ അങ്ങനെ ഇപ്പൊ ഇവിടെ ഇതങ്ങനെയാണ്. സിപിഎമ്മിന്റെ അല്ലെങ്കിൽ സിപിഎമ്മിന്റെ നയപരിപാടികളിൽ നിന്ന് വ്യത്യസ്തമായ ഏതെങ്കിലും അഭിപ്രായം സിപിഎമ്മിന്റെ അകത്തുള്ള ആൾക്കാർക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വിഭാഗം വരുള്ളൂ. പൊതുവായ അജണ്ടയുടെ ഭാഗമായിട്ടല്ല, അല്ലാതെ തന്നെ വരുന്ന അഭിപ്രായ ഭിന്നതയുണ്ട്. അതൊരു സംശയം തർക്കമില്ലാത്ത കാര്യമാണ്. ശരി. അപ്പൊ നിങ്ങൾ പറയുന്നു അവിടെ 2 ഗ്രൂപ്പ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ 2 അല്ലെങ്കിൽ ഇപ്പൊ 2 ഗ്രൂപ്പ് ഉണ്ടാകും എന്നാണ് ഞാൻ ആ ഗ്രൂപ്പിന്റെ ഇതൊന്നും ഞാൻ പറയുന്നില്ല. അല്ല, പിന്നെ എങ്ങനെയാണ് 2 വിഭാഗം ഉണ്ടാവുകയാണെങ്കിൽ അല്ലേ വിഭാഗം പിടിമുറുക്കി എന്ന് പറയാ? അപ്പൊ ഒരു മറ്റൊരു വിഭാഗം ഉണ്ടാവണമല്ലോ. അതായതാണ് ആ വിഭാഗം? ഉണ്ട്, അവിടെ ഉണ്ട്. നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം. അല്ല, നിങ്ങളല്ലേ അത് കണ്ടുപിടിച്ചിരിക്കുന്നത്. കണ്ടുപിടിച്ച ആളോടല്ലാതെ എനിക്ക് അവിടെ ചെന്ന് വിഭാഗം ഉണ്ടോ എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ നിങ്ങൾ പറയുന്നു അവിടെ ഈ വിഭാഗം പിടിമുറുക്കി എന്ന് പറയുമ്പോൾ മറ്റൊരു വിഭാഗം ഉണ്ട് എന്നുള്ളതിനെ അർത്ഥമാക്കുന്നുണ്ട്. ആ വിഭാഗം ഏതാണ്? ഇല്ല, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, അപ്പൊ ഇന്നെങ്ങനെയാണ് നിങ്ങൾ ഒരു വിഭാഗം ഉണ്ടെന്ന് റിയാസ് വിഭാഗം എന്ന് നിങ്ങൾ പറയുന്നു? അപ്പൊ റിയാസ് വിഭാഗം എന്ന് പറയാമെങ്കിൽ എന്താ മറ്റേ വിഭാഗത്തിന്റെ പേര് പറയാൻ പറ്റാത്തത്? എന്താണ് ആവശ്യമുള്ള സമയത്ത് പറഞ്ഞാൽ പോരെ? എന്തിനാണ്? അത് ശരി. അപ്പൊ റിയാസ് വിഭാഗം എന്ന് പറഞ്ഞാൽ അതിനൊരു ഗുമ്മുണ്ട്. മറ്റേ വിഭാഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാനും പറ്റുന്നില്ല. റിയാസ് വിഭാഗം എന്ന് നിങ്ങൾ തെളിച്ചു പറയുന്നു, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾ പറയുന്നു റിയാസ് വിഭാഗം പിടിമുറിക്കുന്ന അങ്ങേയ്ക്കും നിരീക്ഷണമുണ്ട് എന്ന് പറയുന്നു. എങ്കിലൊരു വിഭാഗം മറ്റേ ഭാഗത്തിലുണ്ടല്ലോ. ആ വിഭാഗത്തിന്റെ പേര് പറയാൻ റിയാസ് വിഭാഗം എന്ന് പറയാനുള്ള അതിന്റെ ആർജവം എന്തുകൊണ്ട് മറ്റേ വിഭാഗത്തിന്റെ പേര് പറയാൻ അങ്ങ് നിൽക്കുന്നില്ല? ആവശ്യഘട്ടത്തിലല്ലേ പറയേണ്ടത്? ഇപ്പൊ ഒരു ഘട്ടമല്ലേ 2 വിഭാഗം നിങ്ങൾ അങ്ങ് തന്നെ പറയാം. അപ്പൊ മറ്റേ വിഭാഗം ആര് എന്ന് ചോദിക്കാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ? ഞങ്ങൾക്ക് കേൾക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ചോദിക്കാൻ പറഞ്ഞ അങ്ങയോട് തന്നെ അത് ചോദിക്കാനുള്ള ഒരു ഉത്തരവാദിത്തമില്ലേ? ഒരു റൈറ്റ് ഉത്തരവാദിത്തമല്ല, റൈറ്റ് ഇല്ലേ? ഞാൻ അതിലൊന്നുകൂടി ഞാൻ തിരുത്തുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങേക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല? അല്ല, അങ്ങനെ അഭിപ്രായം ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങളെ പറഞ്ഞോട് പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ആ വാർത്തയുടെ ഒരു ഭാഗമാണ് ഞാനും. അതുകൊണ്ട് തന്നെ ആ നിലപാട് തന്നെയാണ് എനിക്ക് ചോദിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് റിയാസ് വിഭാഗം എന്ന് തെളിച്ചു പറയുമ്പോ എന്തുകൊണ്ട് മറ്റേ വിഭാഗത്തിന്റെ പേര് പറയാൻ? റിയാസ് വിഭാഗം എന്ന് നിങ്ങൾ തെളിച്ചാണല്ലോ പറയുന്നത്. അല്ല, അത് ഈ സമയത്ത് ആവശ്യമില്ല. അതെന്താ 2 വിഭാഗത്തിന്റെ പേര് പറയണ്ടേ? ഒരു വിഭാഗത്തിന്റെ പേര് നിങ്ങൾ തെളിച്ചു പറയുമ്പോ മറ്റേ വിഭാഗത്തിന്റെ പേരെന്താ തെളിച്ചു പറയാത്തത്? അതിന്റെ ആവശ്യമില്ല. എന്തെങ്കിലും ബ്ലാക്ക് മാജിക്കിന്റെ ഭാഗമായിട്ടുള്ള വേറെ എന്തെങ്കിലും വിഭാഗമാണ്? റിയാസ് വിഭാഗം എന്ന് നിങ്ങൾ തെളിച്ചു പറഞ്ഞു. അപ്പൊ മറ്റൊരു വിഭാഗം ഉണ്ടെന്ന് അതിനകത്ത് അർത്ഥമാവുന്നുണ്ട്. എങ്കിൽ ആ വിഭാഗത്തിന്റെ റിയാസ് വിഭാഗം എന്ന് തന്നെ പറയുമ്പോ മറ്റേ വിഭാഗത്തിന്റെ പേര് പറയണ്ടേ? അതെന്തിനാണ് ഞാൻ തന്നെ പറയുന്നത്? അല്ല, നിങ്ങളല്ലേ പറഞ്ഞത്. പറഞ്ഞവരല്ലേ നമുക്ക് വിളിച്ച് ചോദിക്കാൻ പറ്റൂ. ഈ ഒരു വിഭാഗം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. റിയാസ് വിഭാഗം ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. അതെ, നമ്മള് വാർത്തയിൽ പറഞ്ഞിട്ടല്ലോ. അപ്പൊ മറ്റേ വിഭാഗം ഏതാ? മറ്റേ വിഭാഗം നമുക്ക് ആവശ്യഘട്ടത്തിൽ പറയാം. അല്ല, അത് ആവശ്യഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയേണ്ടതില്ലേ? നിങ്ങൾ ഒരു വിഭാഗത്തിന്റെ പ്രത്യേകിച്ച് മന്ത്രി റിയാസിന്റെ പേര് എടുത്തു പറയുമ്പോ മന്ത്രി റിയാസിന്റെ പേര് എടുത്തു പറയുമ്പോൾ റിയാസ് വിഭാഗം പിടിമുറുക്കി എന്ന് എടുത്തു പറയുമ്പോൾ സോ ദർ ഈസ് അനദർ വിഭാഗം. സോ ഹു ഈസ് ദാറ്റ്? ശരിയാണ്, നിങ്ങൾ ചോദ്യം പ്രസക്തമാണ്. പക്ഷെ അതിപ്പം പറയാൻ ഞാൻ രഹസ്യമാണ്.
അത് നിങ്ങൾ ഇനി ഞങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് രഹസ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ല രഹസ്യമല്ല, നിങ്ങളിപ്പോ പരസ്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു വിഭാഗമല്ല, പരസ്യമായ രഹസ്യമാണ്. അല്ല നിങ്ങൾ അങ്ങനെ ഒരു വിഭാഗം ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. അങ്ങനെ ഒരു വിഭാഗം ഉണ്ടെങ്കിൽ റിയാസ് എന്ന് തെളിച്ചു പറയാൻ മടിയില്ലാത്ത നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മറ്റേ വിഭാഗത്തിന്റെ പേര്? അല്ല ഞാൻ ചോദിച്ചോട്ടെ, മറ്റുള്ള വിഭാഗത്തിന്റെ പേര് പറയാൻ പാർട്ടിയുടെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയം. നിങ്ങളത് പറഞ്ഞോളൂ, നിങ്ങൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്, കേൾക്കാനുള്ള റൈറ്റ് ഞങ്ങൾക്കുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, റിയാസ് വിഭാഗം എന്ന് തെളിച്ചു പറയുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ തെളിച്ചു പറയുമ്പോൾ തന്നെ ഒരു മറുവിഭാഗം ഉണ്ടെന്നുള്ളത് അർത്ഥമാക്കുന്നുണ്ട്. അങ്ങനെ അർത്ഥമാക്കുമ്പോൾ മറുവിഭാഗത്തിന്റെ പേര്, ആ ഗ്രൂപ്പിന്റെ പേര്, അത് നയിക്കുന്ന ആളുടെ പേരെന്താ? അല്ല നമ്മുടെ ഈ കാര്യത്തിൽ എന്താണ് പറഞ്ഞത്, രണ്ട് സ്ഥാനാർത്ഥികളുണ്ട് അല്ലെ, രണ്ട് നോമിനികളുണ്ട് എന്നാണല്ലോ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഇന്റേണൽ കാര്യമല്ലേ, അത് അവരവിടെ പറയുന്നു. നിങ്ങൾ അത് വാർത്തയാക്കി പറയുന്നു. നിങ്ങൾ ആ വാർത്തയുടെ അവസാനം പക്ഷെ നിങ്ങളുടെ മറ്റേ വാർത്തയിലും പറഞ്ഞു ഇപ്പോൾ അങ്ങയോട് സംസാരിക്കുമ്പോഴും അങ്ങേക്ക് അത് നിരീക്ഷണത്തിൽ അങ്ങനെ ഒരു വിഭാഗം പിടിമുറുക്കി മറുവിഭാഗം ഉണ്ട്. സോ അങ്ങനെ വരുമ്പം റിയാസിന്റെ പേര് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് മറുവിഭാഗത്തിന്റെ പേര് പറയാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ പറയണ്ടേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇല്ല, ആ ഘട്ടത്തിൽ പറയേണ്ട കാര്യമില്ല. അതെന്താണ്? ഇപ്പൊ ഞാനും ഒരു കാര്യത്തെ പറ്റി ഇന്ന വിഭാഗത്തിന്റെ അത് പിടിമുറുക്കി മറ്റേവര് അവരുടെ നോമിനി തോറ്റു ഇല്ലേ, ഇങ്ങനെയല്ലേ? അപ്പൊ അങ്ങനെ ആവുമ്പോ മറ്റു വിഭാഗം ആര് എന്ന് ചോദിക്കാനുള്ള ഒരു റൈറ്റ് എനിക്കില്ലേ എന്ന് അങ്ങ് പറഞ്ഞ പിന്നെ ചോദ്യമില്ല. അല്ല, മറ്റുള്ള ആളുകളുണ്ടല്ലോ. അപ്പൊ അതെന്താ പേരെന്താ അവരുടെ? എന്താ അവർക്ക് പേരില്ലാത്തവരാണോ? അതോ ഞാൻ പറഞ്ഞല്ലോ, ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അല്ല അതെന്താണ് നിങ്ങൾക്ക്? അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് റിയാസ് വിഭാഗം എന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞത്? ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായി. അപ്പൊ നിങ്ങൾക്ക് മറ്റത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അതുണ്ടാവും. അപ്പൊ അതാരാണ്? അതെന്തോട്ടെ, ഞാൻ പറഞ്ഞല്ലോ ആ കാര്യം പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല പറഞ്ഞില്ലേ. അത് ശരി. അപ്പൊ ചുമ്മാ ഇങ്ങനെ തട്ടുക, ഇതാണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി. അതായത് ഈ മുഹമ്മദ് റിയാസിനെതിരെ എന്ത് വാർത്ത പറയുക, അത് പറയാൻ പറ്റുന്ന ഒരാൾ സ്റ്റുഡിയോയിൽ ഇരിക്കുക, ആ സ്റ്റുഡിയോയിലുള്ള അവര് ഇതിനെപ്പറ്റി ചോദിക്കാം, മുഹമ്മദ് റിയാസ് ഇപ്പോഴും ചോദിക്കണം. ഒന്നുകൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം. റിയാസിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായി റിയാസ് വിഭാഗം എന്ന് പറയാൻ താല്പര്യമുണ്ട്, എന്ന മറുവിഭാഗത്തെ പറ്റി പറയാൻ താല്പര്യമില്ല. ഇതിന്റെ രാഷ്ട്രീയം എന്താണ്? ഞങ്ങൾക്ക് എന്ത് രാഷ്ട്രീയമാണ്? അപ്പൊ പിന്നെ അത് പറഞ്ഞൂടെ? രാഷ്ട്രീയമില്ലെങ്കിൽ അത് പറഞ്ഞൂടെ? നിങ്ങളിപ്പോ അങ്ങനെ ഒരു വിഭാഗം ഇല്ല. എങ്ങനെ? അപ്പൊ അങ്ങനെ ഒരു വിഭാഗം ഇല്ല. അങ്ങനെ വിഭാഗം ഇല്ലെങ്കിൽ 2-3 ആളുകൾ വരില്ലല്ലോ. 3 ആളുകൾ ഇപ്പൊ പലരുടെ പേരുകൾ പലരും പറയില്ലേ? ഞങ്ങളുടെ ഏരിയയിൽ നിന്നുള്ള ഒരാളുടെ പേര് ഞങ്ങൾ പറയും, അല്ലെങ്കിൽ വേറൊരാളുടെ നിങ്ങളുടെ ഏരിയ എന്നുള്ള ഒരാളുടെ പേര് നിങ്ങൾ പറയും. അപ്പൊ അതിന്റെ ഒരു മൊത്തത്തിൽ ഒരു ചർച്ച നടക്കുമ്പോൾ ഒരാളെ എല്ലാരും കൂടെ ഏകകണ്ഠമായി തെരഞ്ഞെടുക്കും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലൂടെ എടുക്കും. അങ്ങനെയല്ലേ ഏതൊരു സാഹചര്യത്തിലും നടക്കുക? ആയിക്കോട്ടെ, നമുക്ക് അങ്ങനെ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കൂ. അല്ല, എന്നെ വിശ്വസിപ്പിക്കുന്നത് നിങ്ങളാണല്ലോ, കാരണം നിങ്ങളാണ് വാർത്ത പറഞ്ഞത് റിയാസ് വിഭാഗം പിടിമുറുക്കി. ഞങ്ങളുടെ ധാരണയിലും ഞങ്ങളുടെ വ്യക്തതയിലും അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങളുടെ ഞാൻ അതിനകത്തൊന്നും നിങ്ങളെ എതിര് പറയുന്നില്ല. അത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, അത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. അതാണ്. അപ്പൊ റിയാസിനെ പറ്റി പറയാൻ മാത്രമേ നിങ്ങൾക്ക് നാവ് പൊന്തു, മറ്റുള്ള വിഭാഗത്തെ പറ്റി ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്ന സാധനത്തെ പറ്റി പറയാനില്ല. പക്ഷെ അതില്ല, അതാണ് സത്യം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിയില്ല. നിങ്ങൾക്ക് എന്താണ് CPM-ലെ ഏതെങ്കിലും മറുവിഭാഗത്തിന്റെ പേര് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം വരാനുണ്ടോ? ഇല്ല. കാരണം ഇവിടെ റിയാസിനെ എടുത്തു വെച്ചിട്ട് റിയാസ് വിഭാഗം പിടിമുറുക്കി, അല്ലെങ്കിൽ റിയാസ് വിഭാഗത്തിന്റെ ആളാണ് മെഹബൂബ്. എത്ര കാലം കൊണ്ട് അദ്ദേഹം, എത്ര നാള് കൊണ്ട് ഇയാളെ ഏതൊക്കെ പൊസിഷനിൽ അയാൾ ഇരുന്നിട്ടുണ്ട്? റിയാസ് വിഭാഗത്തിന്റെ ആളാണ് മെഹബൂബ് എന്ന് പറഞ്ഞോ? പറഞ്ഞല്ലോ, നിങ്ങളല്ലേ പറഞ്ഞത് അങ്ങനെ അഭിപ്രായം ഉണ്ടെന്ന്. റിയാസ് അതുകൊണ്ടാണല്ലോ റിയാസ് അയാളുടെ പേര് പറഞ്ഞത് എന്ന് പറയുന്നത്, അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് ഇല്ലേ? അല്ലല്ല, ഞാൻ ഈ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞിട്ട് പോകും. നിങ്ങൾ എന്തുകൊണ്ടാണ് റിയാസ് വിഭാഗം എന്ന് തെളിച്ചു പറയുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മറുവിഭാഗത്തിന്റെ പേര് പറയാനില്ലാത്തത്? കാരണം അങ്ങനെ ഒരു വിഭാഗം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ പറയുമല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ ആ വിഭാഗത്തിന്റെ പേര് പറയുന്നോണ്ട്? അല്ലെങ്കിൽ അതിനകത്തൊരു ഗുമ്മില്ലാത്തതുകൊണ്ടാണോ? അല്ല, ഞങ്ങൾക്ക് ഇതിൽ നഷ്ടവും ഇല്ല നേട്ടവും ഇല്ല. റിയാസിന്റെ പേര് പറഞ്ഞതുകൊണ്ട്, റിയാസിന്റെ പേര് പറഞ്ഞതുകൊണ്ട് നഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണ് ഈ കേൾക്കുന്നവരെന്ന് നിങ്ങൾ ധരിക്കരുത് സർ. മനസ്സിലായി? അത് നിങ്ങൾക്ക് അവിടെ ഒരു പുളിങ്കൊമ്പുണ്ട്, അതിനൊരു വാല്യൂ ഉണ്ട്. കാരണം റിയാസിനെ എഴുതി കാണിക്കണം, റിയാസ് ആണ് ഇവിടെ എല്ലാം ചെയ്യുന്നതെന്ന് കാണിക്കണം. അതിന് നിങ്ങൾ റിയാസ് എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ ഒരു മറുശക്തി ഉണ്ടാവണ്ടേ?
ആ മറുശക്തി ആരെന്ന് ചോദിച്ചാൽ അത് പറയാൻ താല്പര്യമില്ല. അത് താല്പര്യമില്ലാത്ത അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടാവില്ല. വെറുതെ എന്തിനാണ് സാറേ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവണം. ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ പകുതി പറഞ്ഞിട്ട് പോകാതെ അത് ഇന്ന വിഭാഗം ഉണ്ടായിരുന്നു, ആ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് ഇന്ന സോ കോൾഡ് എക്സ് ആ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത് റിയാസ് വിഭാഗം, എന്നിട്ട് റിയാസ് വിഭാഗം പിടിമുറുക്കി എന്ന് പറയാൻ ആ എക്സ് ആരാണെന്ന് പറയാൻ നിങ്ങൾക്ക് ലേശമെങ്കിലും നിങ്ങളുടെ മാധ്യമ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ നിങ്ങൾ പറയണ്ടേ? ഞങ്ങൾ ആവശ്യമുള്ള ഘട്ടത്തിൽ പറയും. നിങ്ങളുടെ ആവശ്യത്തിന് മാത്രമായിട്ടാണെങ്കിൽ പിന്നെ എന്തിനാണ് റിയാസ് വിഭാഗം എന്ന് പറഞ്ഞത്? അല്ല, നിലവിലെടുത്ത സാഹചര്യം അതായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ റിയാസ് എന്ന് പറയാൻ നിങ്ങൾക്ക് മടിയില്ല. അവൻ മറുവിഭാഗത്തിന്റെ പേര് പറയാൻ നിങ്ങൾ എന്തിനാ മടിക്കുന്നത്? അവിടെ പറഞ്ഞാൽ പിടിക്കപ്പെടും അല്ലേ? നിങ്ങളിപ്പം പ്രശ്നം റിയാസിന്റെ പേര് മാത്രം പറഞ്ഞു മറ്റൊരു പേര് പറയാതിരുന്നതാണോ? അല്ല, അങ്ങനെയല്ല. അതാണല്ലോ ഞങ്ങൾ കാണുന്നത്. എന്താണ് ഇങ്ങനെ ഒരു വിഭാഗമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ട് വിഭാഗത്തിൽ അതാരാണ് അങ്ങനെ ഒരു രണ്ട് വിഭാഗമായിട്ട് നിങ്ങൾ പറയുന്നു ഒരു വിഭാഗത്തിന്റെ കൂടെ റിയാസ് നിൽക്കുന്നു എങ്കിൽ മറുവിഭാഗം ആരാണെന്ന് അറിയാനുള്ള ഞങ്ങൾക്കുള്ള ഒരു ഇത് ഉണ്ടാവില്ലേ? ഒരു എന്തൂസിയാസം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ എതിർക്കപ്പെടേണ്ടതല്ലേ? ഞങ്ങൾ അത് എതിർത്ത് സംസാരിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ നിങ്ങൾ ആകാംക്ഷയെ മാനിക്കുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിവരത്തിന്റെയും ഈ സോഴ്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ വാർത്ത കൊടുക്കുന്നത്. ശരി, ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് വിഭാഗം പറയുന്നുണ്ടല്ലോ. അതെ, ആ വാർത്തയുടെ അപ്പുറത്തേക്ക് മറ്റേതെങ്കിലും പേരുകളോ മറ്റുള്ള കാര്യങ്ങളോ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അതാണ്. അപ്പൊ റിയാസിന്റെ പേര് പറയാൻ ആഗ്രഹമുണ്ട് അല്ലേ? ഞങ്ങള് കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. അങ്ങയുടെ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ റിയാസ് വിഭാഗവും മറുവിഭാഗം ഉണ്ട്. റിയാസിന്റെ വിഭാഗത്തിന്റെ പേര് പറയാൻ അങ്ങേക്ക് ആഗ്രഹമുണ്ട്, അങ്ങ് പറഞ്ഞു. മറുവിഭാഗത്തിന്റെ പേര് പറയാൻ ആഗ്രഹമില്ലെന്നാണോ? നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കുന്നതല്ല. അപ്പൊ അതിനുള്ള ഉത്തരം പറഞ്ഞിട്ട് പോകും സാർ. പകുതി വാർത്തയായിട്ട് പോകുന്നത് എന്തിനാണ് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ ഇങ്ങനത്തെ വാർത്തകൾ ഉണ്ടാക്കുന്നത്? നിങ്ങൾക്ക് ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങള് ഇപ്പൊ അതെന്താ ഇവിടെ റിയാസിന്റേത് മാത്രം ഇത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുകയും മറ്റു വിഭാഗത്തിനെ ഇരുട്ടിൽ നിർത്തുകയും ചെയ്യുന്നത്? അങ്ങനെ ഉണ്ടെന്ന് പറയുന്നത് ഞാൻ പറയുന്നു അങ്ങനെ ഇല്ലാന്ന്, നിങ്ങൾ പറയുന്നു ഉണ്ടെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ അല്ല, അങ്ങനെ നിങ്ങൾ പറഞ്ഞതിനല്ലേ ചോദിക്കുന്നത്. അങ്ങനെ ഇല്ലെന്ന് വിശ്വസിക്കുന്ന ഞാൻ ഉണ്ടെന്ന് പറയുന്നത് നിങ്ങളോട്. റിയാസ് എന്ന് പറയാൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് മറുവിഭാഗത്തെ പറ്റി പറയാനില്ല? അപ്പൊ എന്റെ സ്റ്റാൻഡിൽ ശരി നിങ്ങളങ്ങനെ കരുതൂ. അല്ല, ഇത്രയേ ഉള്ളൂ സർ, ഇത്രയേ ഉള്ളൂ. അഭിലാഷ് സാറ്, നിങ്ങളൊക്കെ നല്ല മാധ്യമ പ്രവർത്തകരാണ്. പിന്നെ ഇമാതിരി പണിയല്ല കാണിക്കേണ്ടത്. റിയാസിനെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി കൊട്ടേഷൻ എടുക്കുന്ന പരിപാടി ചെയ്യരുത് കേട്ടോ. അതൊക്കെ നിങ്ങൾ ചെയ്തോളൂ. അതൊക്കെ ചെയ്തോളൂ. അത് നിങ്ങൾ ആ കൊട്ടേഷൻ പണിയെടുക്കുന്ന പരിപാടി നിങ്ങൾ ചെയ്തോളൂ. അതിനകത്തൊന്നും ഒരു തർക്കമില്ല. അത് നിങ്ങളുടേതായിട്ടുള്ള പറയുമല്ലോ. എന്താണ്? അല്ല, അപ്പൊ പറയില്ല, പേര് പറയില്ല. അങ്ങനെ ഒരു സാധനം ഇല്ല അല്ലേ? വേറെ വല്ല പണിക്ക് വെക്കൂടെ സാറേ? വേറെ വല്ല പണിക്ക് വെക്കൂടെ? കേട്ടല്ലോ, വളരെ കൃത്യമായി കേട്ടല്ലോ. ഇവർക്കൊക്കെ റിയാസ് എന്ന് പറയുന്ന പേര് അവിടെ കൊണ്ടുവരണം. എന്നിട്ട് റിയാസിനെ ഇകഴ്ത്തി കാണിക്കണം. അതിനുവേണ്ടി മാത്രം റിയാസ് പക്ഷം പിടിമുറുക്കി. അതാരാണ്? സ്മൃതി പരുത്തിക്കാടാണ് പറയുന്നത്. ഈ റിപ്പോർട്ടർ പോലും ആദ്യം പറയുന്നില്ല. സ്മൃതി പരുത്തിക്കാട് സ്റ്റുഡിയോയിലിരുന്ന് പറയുന്നു സഖാവ് മെഹബൂബിന്റെ സഖാവ് റിയാസിന്റെ നോമിനിയാണ്. റിയാസ് പക്ഷം പിടിമുറുക്കി. അപ്പൊ റിയാസ് പക്ഷം പിടിമുറുക്കണമെങ്കിൽ മറ്റൊരു പക്ഷം അവിടെ ഉണ്ടാവണമല്ലോ. അത് ഇവരുണ്ടാക്കുന്ന ഒരു നറേറ്റീവ് അല്ലേ? ആ നറേറ്റീവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇവർക്ക് മറുപടി പറയാൻ പറ്റില്ല. അത് ഞങ്ങൾ പറയുമ്പോൾ പറയാം, യാതൊരു ഉളുപ്പുമില്ലാതെ. എന്നിട്ട് അത് ഞങ്ങൾ പറയുമ്പോൾ പറയാമെന്നാണ് ഈ പറയുന്നത്. വാർത്തയുടെ അടിസ്ഥാനത്തിലാണ്, എന്ത് നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? ഇവരുടെ നിരീക്ഷണം എന്ന് പറയുന്നത് ഇടതുപക്ഷ വിരുദ്ധതയാണ്. ഇടതുപക്ഷ വിരുദ്ധ മനോരോഗം ബാധിച്ച എന്ത് വൃത്തികേടും വിളിച്ചു പറയാം, ആരെയും ഇകഴ്ത്തി കാണിക്കാം. സഖാവ് റിയാസിനെ പോലെ ഉയർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനായ നേതാവിനെ കുറിച്ച് എന്തും ഇകഴ്ത്തി കാണിച്ച് അദ്ദേഹത്തെ താറടിക്കാം എന്നുള്ള നിലയിലാണ് ഇവര് വാർത്ത കൊണ്ടുപോകുന്നത്. അതിനെയാണ് നമ്മൾ ചോദിച്ച് പൊളിച്ചടുക്കിയിട്ടുള്ളത്. പ്രിയപ്പെട്ട കോഴിക്കോട് റിപ്പോർട്ടറെ, നിങ്ങൾ ഈ മേളിൽ ഇരിക്കുന്ന ഈ സ്മൃതി പരുത്തിക്കാടിനെയൊക്കെ കണ്ടുകൊണ്ട് നിങ്ങളുടെ വാർത്തയും നിങ്ങളുടെ ധാർമ്മികതയും നിങ്ങളുടെ ഈ മാധ്യമ പ്രവർത്തനമൊക്കെ കൊണ്ടുപോയാൽ നിങ്ങൾ കുഴിയിലായിരിക്കും ചാടാൻ പോകുന്നത് എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ.